രാഹുലിന്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, പുതിയ രണ്ടാമത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. ഞങ്ങൾ രണ്ടുപേരും മിഷൻ മെൻസ് കമ്മീഷന്റെ ഫൗണ്ടറും അദ്ദേഹം ഫൗണ്ടറും ഞാൻ കോ ഫൗണ്ടറുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത്, ഈ മിഷൻ മെൻസ് കമ്മീഷന്റെ വകയായിട്ട് നമ്മൾ ദീപകിന്, നമ്മളെ പേര് പറയുന്നില്ല, അതിജീവിതന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതിന് വേണ്ടിയിട്ട് സഹായം ചെയ്യണം. ആദ്യ ഗഡുവായിട്ട് ഒരു 1,00,000 രൂപ നമ്മൾ നേരിട്ട് പോയി ഞാനും രാഹുലും കൂടെ ഇമ്മീഡിയറ്റ് ഉടനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം സർക്കാരിൻ്റെയും മറ്റ് അനുബന്ധ സംഘടനകളുടെയൊക്കെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടേതായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാഹുലിന്റെ നമ്മുടെ അതിജീവിതന്റെ കുടുംബത്തിന് ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ രാഹുലിനെ വിളിച്ച് ലൈനിൽ കണക്ട് ചെയ്യണം. അപ്പം അദ്ദേഹം നമ്മളടുത്ത് സംസാരിക്കും. നേരിട്ട് വരാനുള്ള നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് അദ്ദേഹം. പക്ഷെ ഇന്നെ ജാമ്യത്തിന്റെ ഹിയറിംഗും കൂടെയാണ്. പക്ഷേ മുൻകൂർ ജാമ്യം റദ്ദാകാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അഡ്വക്കേറ്റിന്റെ കൂടെ ഉപദേശപ്രകാരമാണ് ജാമ്യത്തിന്റെ ഒരു തീരുമാനം വരുന്നത് വരെ, കോടതിയുടെ ഒരു വിധി വരുന്നത് വരെ നിങ്ങളുടെ മുമ്പിൽ എത്താൻ കഴിയാത്തത്. പക്ഷേ ഈ വിഷയം വളരെ പ്രധാനമാണ്. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, അഡ്വാൻസ് ആയി ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ. ഒന്നാമത്തെ കാര്യം, ഓൾറെഡി തന്നെ ദീപകിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദറുമായി സംസാരിച്ചിരുന്നു. അമ്മയുടെ അക്കൗണ്ട് നമ്പർ അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. മെൻസ് കമ്മീഷൻ 1,00,000 രൂപ ദീപകിന്റെ കുടുംബത്തിന് ധനസഹായമായി നൽകും. ഞങ്ങൾ തന്നെ നേരിട്ട് കോടതിയുടെ പ്രോസസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഞാനും മുകേഷും അടക്കമുള്ളവർ ആ 1,00,000 രൂപ ദീപകിന്റെ കുടുംബത്തിന് ഒരു പിന്തുണയായി കൊടുക്കും. രണ്ട്, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിരുന്നു. DGP പരാതി അക്നോളജ് ചെയ്യുകയും അത് കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ഫോർവേഡ് ചെയ്ത മെയിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ പരാതിയുമായി മുമ്പോട്ട് പോകും. ദീപകിന്റെ കുടുംബവും പരാതിയുമായി മുമ്പോട്ട് പോകുന്ന കാര്യം അറിഞ്ഞു. ദീപകിന്റെ മാതാവിനും പിതാവിനും നമ്മളാൽ കഴിയുന്ന എല്ലാവിധ പിന്തുണയും. 3, ഈ വിഷയം രാഷ്ട്രീയപരമായും വർഗീയപരമായും ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് ചെയ്യരുത്. അത് ദീപകിനോടുള്ള അനാദരവാണ്. മരിച്ചു കിടക്കുന്ന നമ്മുടെ കൂടെ ഇല്ലാത്ത ദീപകിനോടുള്ള അവഹേളനമാണ്. ഈ വിഷയം രാഷ്ട്രീയമല്ല, ഈ വിഷയം മതമല്ല, വർഗീയതയല്ല. ഈ വിഷയം ഒരു പുരുഷന് സഹായമില്ലാതെ അവന്റെ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ കാരണം ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ സുനീർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഇതേപോലത്തെ ചെറുപ്പക്കാരനെ 1 മാസം 1.5 മാസം സുനീറിന്റെ ഉമ്മയുമായിട്ടൊക്കെ വന്ന് നമ്മൾ പ്രശ്നത്തിൽ വിളിച്ച് DGPയെ കൊണ്ടുപോവുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇത് ഒരു പുരുഷന്റെ മനോവേദനയുടെ, ഒരു ആണിന്റെ മനോവേദനയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയണമെന്നും അനുശോചനം രേഖപ്പെടുത്തണമെന്നും വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ വിഷയത്തെ മോശമായി ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നു. രാഷ്ട്രീയപരമായിട്ടും വർഗീയപരമായിട്ടും അതിനുള്ള സ്പേസ് കൊടുക്കരുത്, ഇടം കൊടുക്കരുത്. അതിശക്തമായ നിലപാടെടുക്കുകയും ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും വേണം. കാരണം ആ പെൺകുട്ടി ആത്മഹത്യാ പ്രേരണയാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം IT ആക്ടും ഇടണം. ഇപ്പോ ആ പെൺകുട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വ്യാജ പ്രചരണം നടത്തുന്നത് ദീപക് ആ പെൺകുട്ടിയെ എന്തോ മോശം ചെയ്തു എന്നാണ്. പെൺകുട്ടിയുടെ വീഡിയോ കണ്ടാൽ വ്യക്തമാണ് ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി കണ്ടക്ടറോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല. അവിടെ തന്നെ നിന്ന് മനഃപൂർവ്വം വീഡിയോ എടുത്ത് റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരാളെ കൊലച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യണമെന്നല്ല, പക്ഷെ ദീപകിന് നീതി വേണം. ദീപകിന്റെ നീതി, നിയമവ്യവസ്ഥിക്കുന്ന നീതി ദീപകിന് കൊടുക്കണം. ദീപകിന്റെ കുടുംബത്തിന് ധനസഹായം കൊടുക്കണം. എങ്ങനെ കോടതി വ്യവഹാരങ്ങൾ ഒരുപക്ഷെ അവസാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ കൂടി അറിയിച്ചുകൊണ്ട് ദീപകിന്റെ വീട്ടിലേക്ക് എത്തുകയും ഈ 1,00,000 രൂപ ദീപകിന്റെ കുടുംബത്തിന് കൊടുക്കുകയും ചെയ്യും എന്ന് അറിയിക്കുന്നു. പൊതുസമൂഹം, മാധ്യമങ്ങൾ, മെൻസ് കമ്മീഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമായി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് നാളെ ഈ ദീപക് നമ്മുടെ സഹോദരനാകാം, നമ്മുടെ മകനാകാം, നമ്മുടെ അച്ഛനാകാം, നമ്മുടെ സുഹൃത്താകാം. അങ്ങനെ സ്ത്രീകളുടെ വ്യാജ വീഡിയോ, വ്യാജ പരാതിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ബാക്കി ഒരു വിഷയങ്ങളുമായിട്ടും ഇതിനെ ബന്ധപ്പെടുത്താതെ
ഇത് യഥാർത്ഥത്തിൽ ഒരാൾ ആത്മഹത്യയുടെ വിഷയമാണ്. അതിന്റെ ഗൗരവത്തിൽ, അതിന്റെ വേദനയിൽ, അതിന്റെ വിഷമത്തിൽ സെൻസിറ്റീവും റെസ്പോൺസിബിളുമായി കണ്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുകയും ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കുകയും വേണം. ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല, ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നില്ല. കാര്യം ആ പെൺകുട്ടി പരാതി എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിജീവിതയുടെ സംരക്ഷണം ആ പെൺകുട്ടിക്ക് കിട്ടും. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ പേര് പറയാത്തത്. ആ പെൺകുട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഐഡന്റിറ്റി വെളിവാക്കാത്തത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയ ആക്ഷൻ വേണം. ഒരു പ്രസ് നോട്ട് ഞാൻ തന്നെ തയ്യാറാക്കി ശ്രീ മുകേഷിന്റെ കൊടുത്തിട്ടുണ്ട്. ദയവായി അത് വായിക്കണം. ഞങ്ങൾ സാമ്പത്തിക സഹായം എത്തിക്കും. ദീപകിനെ യഥാർത്ഥത്തിൽ ആ കൊലയ്ക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ദീപകിന്റെ ആത്മഹത്യയിലേക്ക് തെളിവിട്ട ആ പെൺകുട്ടിയെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കണം. 3, മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. കാര്യങ്ങൾ പറയണം. കാരണം ഇതുപോലുള്ള കേസുകൾ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അതിൽ ഒരുപക്ഷെ ഇരയാക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എന്റെ കേസിൽ ഒരു ഫോട്ടോഷൂട്ടിന് പങ്കെടുത്തിട്ട് ഞാനൊരു പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ്. പക്ഷെ ഭാഗ്യത്തിന് ഈ പറഞ്ഞതുപോലെ വീഡിയോകളും അത് മൊത്തം ഒരു CCTVയുടെ താഴെ സംഭവിച്ചതായതുകൊണ്ടും എന്നോട് പെൺകുട്ടി കാശ് ചോദിച്ചതിന്റെ തെളിവ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുകൊണ്ടും ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഞാനിപ്പോ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയേണ്ട ആളാണ്. കാരണം എന്തോ ഭാഗ്യത്തിന് പിന്നെ എന്റെ മനക്കെട്ടികൾ ഉള്ളത് കൊണ്ട് ഞാൻ സൂയിസൈഡിനൊന്നും ശ്രമിച്ചില്ല. എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ തെറ്റിയിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഉറപ്പുണ്ടെങ്കിലും ഒരു നിമിഷത്തെ ജസ്റ്റ് ഒരു ചിന്താഗതി മാറിപ്പോയാൽ മതി ഒരാൾ സൂയിസൈഡ് ചെയ്യും. കാരണം അയാൾ എങ്ങനെ ഫേസ് ചെയ്യും. പ്രത്യേകിച്ച് ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെ ആയിരുന്നുകൊണ്ട് ഇത്രയും മില്യൺസ് ഓഫ് ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരോട് എന്ത് പറയും എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നത് കണ്ടിട്ട് പുള്ളിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം ഇന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, പുറത്തെങ്ങനെ ഇറങ്ങുമെന്നുള്ള ആ ഒരു വിഷമത്തിലാണ് പുള്ളി ഇത് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആ പെൺകുട്ടിയാണെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ദീപകിന്റെ കുടുംബത്തിനും ആ മരിച്ചുപോയ അദ്ദേഹത്തിനും ഇതിന്റെ ഒരു നീതി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും നീതി ഉണ്ടാവും. നിങ്ങളുടെ മാധ്യമങ്ങളുടെ വളരെ ശക്തമായ ഒരു സപ്പോർട്ട് ഈ ഒരു വാർത്ത കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത്. ഇതൊരു ഐ ഓപ്പണർ ആയിട്ട് മാറണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. ഇത് നമ്മൾ എപ്പോഴും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഓരോ പ്രാവശ്യം കൂടെ ഒരു പത്രസമ്മേളനം നടത്തി ഞാൻ രാഹുൽ ഇത്രയും എഫേർട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇനി ഒരാൾ, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആണെന്ന് നമ്മൾ പറയുന്നില്ല. ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ എന്റെ കേസിൽ സാമ്പത്തികമായ നേട്ടമാണ് അവർ ആഗ്രഹിച്ചത്, പോപ്പുലാരിറ്റി അല്ല. കാരണം പൈസ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കേസ് കൊടുത്തു. അപ്പൊ എന്റെ ഭാഗ്യത്തിന്റെ ഓഡിയോ ഉണ്ടായിരുന്നു. പൈസ ചോദിച്ചോണ്ട് എന്റെ കാറിനകത്ത് വെച്ച് ചോദിച്ചുകൊണ്ട്, കാറിൽ ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നു, അതിന്റെ ഓഡിയോ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇതുപോലെ മറ്റൊരു ദീപക്കായിട്ട് ഞാനും ഒരുപക്ഷെ ചിന്തിച്ചേനെ. എന്റെ ഒരു വിൽപ്പോറോ മൈൻപോറോ കൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തു. ഇനിയിപ്പോ എന്റെ കേസ് ഫൈനൽ ഡിസ്ചാർജ് മാത്രമേ ആവുള്ളൂ. ബാക്കി പോലീസ് ക്ലീൻ ചിട്ട് എനിക്ക് തന്നു ഈ കേസിൽ. ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പൊ അതൊക്കെ വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പ് ഞാൻ പോയി മരിച്ചു കഴിഞ്ഞാൽ നഷ്ടം എന്റെ വീട്ടുകാർക്കും എന്റെ കൂട്ടുകാർക്കും ആർക്കും, വേറെ ആർക്കും ഇല്ല അതിനകത്തുള്ള നഷ്ടം. അപ്പം ഈ ആരും ഇതുപോലുള്ള വ്യാജ കേസ്, വ്യാജ വീഡിയോ, വ്യാജ പരാതി, അതിന്റെ പേരിൽ ഇനി ഒരു ദീപക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അപ്പം ഇനിയൊരു ദീപക്കോ മുകേഷോ നായരോ അല്ലെങ്കിൽ അത്തരം ആൾക്കാർ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇവിടെ അതിജീവിതനായിട്ട് മാറിയത് ദീപക്കാണ്. ദീപകിന്റെ കുടുംബത്തിന്, ദീപകിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ഈ പെൺകുട്ടിക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തി പെൺകുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ നിയമത്തിന്റെ ഏറ്റവും കാഠിന്യമേറിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിഷൻ മെൻസ് കമ്മീഷന്റെ ഈ ഒരു പത്രസമ്മേളനം അവസാനം.